കഴുകി വെച്ചായിരുന്നോ? ഇല്ല, ക്ലാരമ്മടുത്ത് സമ്മതിച്ചില്ല. ചേട്ടത്തി കഴുകി വെച്ചോളാന്ന് പറഞ്ഞു. അയ്യോ, എന്താ? ഒന്നുമില്ല. എന്റെ ദൈവമേ. ഈശ്വര. അയ്യോ, എങ്ങനെ എടുക്കും? എന്താ മോനെ? ഏയ് ഒന്നുമില്ല, കുറച്ച് വെള്ളം. പറഞ്ഞാ പോരായിരുന്നു, ഞാൻ അങ്ങ് കൊണ്ടുവരുമായിരുന്നല്ലോ. ഇത്രയും കാലം നിങ്ങൾ കൊടുത്തിട്ടില്ലേ ആദ്യം വെള്ളം കുടിച്ചത്? ഓ, എന്നെ വിളിച്ചാ പോരായിരുന്നോ മോനെ? ഞാൻ കൊണ്ട് തരത്തില്ലായിരുന്നോ ഇഷ്ടം പോലെ വെള്ളം? ദാമൻ, ഇത് കുടിക്കുമോനെ. മോനെ ഇത് കുടിക്കേ. മോനി വെള്ളം കുടിച്ചേ. ഇത് കുടിക്കുമോനെ. ഗോമ ചേച്ചിയാ മോനെ പറയുന്നേ വെള്ളം കുടിക്കണ. മോനെ ഇത് കുടിച്ചാ അങ്ങോട്ട്. ഇത് കുടിച്ചാ മതി. ഇത് കൊള്ളാലോ. ഇതെന്താ ഇവിടെ വെള്ളം കൂടി മത്സരോ? അമ്മേ, മോനെ എന്നോടാ വന്ന് വെള്ളം ചോദിച്ചേ. ആദ്യം ഞാനാ വെള്ളം എടുത്തേ. രണ്ട് ഞാൻ കുടിച്ചോളാം. ഇങ്ങതാ. സമാധാനായല്ലോ. ആഹാ, വന്നു വന്ന് നിങ്ങളുടെ മത്സരം അടുക്കളയിൽ നിന്ന് ആരെങ്കിലും എത്തിയല്ലേ? അനുഭവിക്കുന്നത് ഞാനും എന്റെ കൊച്ചുമക്കളുമാ. ഞങ്ങളുടെ ഒരു വിധി. സുന്ദരി, നിക്കട അവിടെ. എന്താ മുതച്ചി? എന്താടാ ഒരു കള്ളത്തരം? എന്ത് കള്ളത്തരം? ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയണം. എന്താ മുതച്ചി? നീ ഈയിടെയായിട്ട് തലയിൽ എണ്ണ തേക്കാറില്ലല്ലേ? അത് നേരം കിട്ടുന്നില്ലല്ലോ. നേരെ കിട്ടിയില്ലെങ്കിൽ ഉണ്ടാക്കണം. അവനവന്റെ ശരീരവും സൗന്ദര്യവും കളഞ്ഞിട്ട് ഒരു തിരക്കും വേണ്ട. ആരോഗ്യം ഇല്ലെങ്കിൽ പിന്നെ എന്ത് നേടിയിട്ട് എന്താ കാര്യം? നാളെ മുതൽ എല്ലാ ദിവസവും രാവിലെ എണ്ണ തേച്ച് വേണം കുളിക്കാൻ. ഷാംപൂ പതപ്പിച്ചിട്ടുള്ള സൗന്ദര്യം ഒന്നും തൽക്കാലം എന്റെ മോന് വേണ്ട. പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായി. എന്നപ്പോ നല്ല മുത്തശ്ശി. ഞാൻ അവനെ പേടിപ്പിച്ചതല്ലെന്ന് അവൻ പേടിച്ചില്ലെന്ന് എനിക്കും അറിയാം. എന്നാലും അങ്ങനെയാണെന്ന് പരസ്പരം വിചാരിക്കുമ്പോ ഒരു സുഖം. ക്ലാരമ്മയ്ക്ക് ഗുഡൻസ് പിടികിട്ടിയോ? പിടികിട്ടി. കണ്ടോടി ഗോമതി, ഇന്നലെ കേറി വന്ന ക്ലാരമ്മയ്ക്ക് വരെ എന്നെ എന്റെ കൊച്ചുമോനെ മനസ്സിലായി. അതാണ് ആത്മാർത്ഥത. ഓ, എനിക്ക് ഇത്തിരി ആത്മാർത്ഥത കുറവാ. ചുമ്മാ അവക്കിട്ട് ഞാൻ വെറുതെ ഒന്നും താങ്ങുന്നതാ. അത് അവക്കും അറിയാം, എനിക്കും അറിയാം. ഈശ്വര, ഇതെന്നെ കാണണേ. ഓ, രക്ഷപ്പെട്ടു. എൻ്റെ പൂജയ്ക്ക് താൻ എന്നോടിങ്ങനെ പിണങ്ങിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. തന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടല്ലേ ഞാൻ എൻ്റെ മാല വിറ്റ് തനിക്ക് മോതിരം വാങ്ങിയത്. അതിൻ്റെ പേരിൽ താൻ ഇങ്ങനെ എന്നോട് പിണങ്ങുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ദയവ് ചെയ്ത് ആ മോതിരം നീ തിരിച്ചു വാങ്ങണം. എൻ്റെ പ്രണയവും. അത് വെറും മോതിരമല്ല, എൻ്റെ ഹൃദയമാണ്. പ്രേമപൂർവ്വം, സ്വന്തം ആദി. ആദിക്കുട്ടാ, 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 നീ എന്താ ഇവിടെ നിൽക്കുന്നേ? നീ ഇവിടെ എന്തെടുക്കുമായിരുന്നോ? അയ്യോ, എന്താടാ? എന്താടാ? എന്തു പറ്റി? എടാ എടാ ആദിക്കുട്ടാ, അയ്യോ
ആദ്യക്കുട്ടാ എന്താ മക്കളെ എന്താ പറ്റിയേ മോനെ പൂജമോളെ പൂജമോളെ മുത്തശ്ശി പൂജമോളെ ആമേ എന്റെ ദൈവമേ എന്താ? അയ്യോ. എന്താ മുത്തശ്ശി? മോനെ ആദ്യക്കുട്ടം മിണ്ടുന്നില്ല മോളെ നിന്നിപ്പിൽ ഊമയായി പോയെന്നാ തോന്നുന്നേ അയ്യോ അയ്യോ, മോനെ അയ്യോ എനിക്ക് വയ്യ. അയ്യോ പോലെ എന്ത് പറ്റിയടാ? ആദി ദൈവമേ ഇത് ആരാണ്ട് കൂടോത്രം ചെയ്ത തന്നെ. മിണ്ടായിരടി അവിടെ മോനെ ആദ്യ മോനെ ആദ്യക്കുട്ടാ ആദ്യ മോനെ അയ്യോ, എന്റെ ദൈവമേ ആദി മോനെ അയ്യോ, എന്റെ ദൈവമേ അയ്യോ അയ്യോ ആദ്യക്കുട്ടാ അയ്യോ വാതിൽ തുറന്നേ അയ്യോ കഥവ് തുറക്കടാ അയ്യോ, എനിക്ക് വയ്യ മോനെ ആദിക്കുട്ട ആദ്യക്കുട്ടാ. എടാ, കഥവ് തുറക്കടാ എടാ, ആദി കഥവ് തുറക്ക അയ്യോ എന്റെ മോനെ. മോനെ ആദി മോനെ ആദിക്കുട്ട അയ്യോ അയ്യോ മോനെ മോനെ നിനക്ക് എന്താ പറ്റിയേ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഏ? ഒരു കുഴപ്പമില്ലേ അയ്യോ അവിടെ വന്നേ. പിന്നെ നീ എന്താ ഇത്ര നേരം മിണ്ടാതിരുന്നേ അത് പിന്നെ എനിക്ക് പല്ലുവേദന ആയിരുന്നു. പല്ലുവേദനയോ എവിടെ നോക്കട്ടെ ആ ആ, മരുന്ന് വെച്ച് തരട്ടെ അത് വേണ്ട, അത് മാറി. ഇത്ര പെട്ടെന്നോ അമ്മേ ചില പല്ലുവേദന അങ്ങനെയാ. ഏ? ഇന്നാണ് ഒരു ദിവസം രാത്രിയില്ലേ നിന്നോടല്ലേ മിണ്ടാതിരിക്കാൻ പറഞ്ഞേ അയ്യോ മോനെ നിനക്ക് ആശുപത്രിയിൽ എങ്ങാനും പോണോ ഓ, വേണ്ട മുത്തശ്ശി, അത് മാറി. ഓ ഞാനും പേടിച്ചു പോയി മോനൊരു കാര്യം ചെയ്യും മോനെ കുറച്ചു നേരം പോയി കിടക്ക് ആ അപ്പോഴേക്കും മുത്തശ്ശി കരയാമ്പൂ ഏലക്കായി വിട്ട് നല്ലൊരു ചായ ഉണ്ടാക്കിക്കൊണ്ട് വരാം പല്ലുവേദനയൊക്കെ പമ്പ കടന്നോളും ശരി മുത്തശ്ശി. മോളെ നീയും കൂടെ ചെല്ല് കുറച്ചു നേരം ഇവന്റെ അടുത്തിരുന്ന് തലയൊന്ന് തടവി കൊടുക്കും അയ്യോ മുത്തശ്ശി, എനിക്ക് അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്നിട്ടാണോ ഇവിടെ കിടന്ന് ഈ പരാക്രമമൊക്കെ കാണിച്ചേ മിണ്ടരുത് ഞാൻ പറയും നീ അതങ്ങ് കേട്ടാ മതി ചെല്ലു മോളെ ഓ മുത്ത് പോയി. എന്താ തനിക്കെന്താ പറ്റി? ഓ, ഒന്നുമില്ല. തല തിരുമണോ? വേണ്ട. താൻ കുറച്ചേരം റൂമിൽ പോയി കിടന്നാ ഞാൻ തല തിരുമ്മി തരാം. വേണ്ട.